അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാന്യ പ്രേക്ഷകർക്ക്, മുഹിബ്ബീങ്ങൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് നമ്മുടെ മനസ്സിന് വളരെ കുളിരാണ്. മദ്ഹ് ശരിക്കും ഒരു മരുന്നാണ്. എല്ലാ രോഗങ്ങൾക്കും ഷിഫയാണ് മദ്ഹ് എന്ന് പറയുന്നത്. മദ്ഹിന്റെ രാജാവ് എന്ന് പറയാം നമുക്ക് തീർച്ചയായിട്ടും ഖസീദത്തുൽ ബുർദ. അതായത് വലിയ രോഗങ്ങൾക്ക് ശമനം തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മദ്ഹ് പ്രകീർത്തനം എന്ന് പറയുന്നത്. നമുക്ക് തീർച്ചയായിട്ടും പുതിയ ഒരു മദ്ഹ് നമുക്കൊന്ന് പരിചയപ്പെടാം, അതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ പാകിസ്ഥാനിലുള്ള മദ്ഹ്, അതായത് നഅത്ത് ഷരീഫ് ആലപിക്കുന്ന ഒവൈസ് റസ ഖാദിരിയുടെ മദ്ഹാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ലോകം മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. അതിനിടയിലാണ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഈ ഒരു എക്സ് മുസ്ലിം മുത്തുനബിയെ കുറ്റം പറയുന്ന രീതിയിലുള്ള ഒരുപാടധികം വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിനൊക്കെ മറുപടിയായിട്ട് നബി തങ്ങളുടെ മദ്ഹ്, അതിലൂടെ മാത്രമേ നമുക്ക് മറുപടിയൊക്കെ പറയാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അപ്പോ തീർച്ചയായിട്ടും ഒവൈസ് റസാ ഖാദിരിയുടെ ആ ഒരു നഅത്ത് ഷരീഫ് ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. तेरे गुण और ये लब, तेरे गुण और ये लब, तेरे गुण, हाँ तेरे गुण और ये लब, मैं तलब की तलब, तेरे गुण और ये लब, मैं तलब की तलब, तू अता की अता, तू कुजा मन कुजा, तू कुजा मन कुजा, വളരെ മനോഹരമായിട്ടുള്ള ഒരു നഅത്ത് ഷരീഫിന്റെ ഒരു ഭാഗമാണ് തൂക്കു ജാമൻ കുജ എന്നിട്ടുള്ള ഒരു നഅത്ത് ഷരീഫ്. എത്ര മനോഹരമാണത്! ലോകത്ത് മുഴുവനും വളരെയധികം റീച്ച് ആയിട്ടുള്ള ഒരു മദ്ഹ് ഗാനം തന്നെയാണ്, നഅത്ത് ഷരീഫ് തന്നെയാണ് തീർച്ചയായിട്ടും തൂക്കു ജാമൻ കുജ. അത് ആലപിച്ചിട്ടുള്ളത് പ്രസിദ്ധമായിട്ടുള്ള നഅത്ത് ഖാനായിട്ടുള്ള നമ്മുടെ ഒവൈസ് റസാ ഖാദിരി കൂടെയാണ്. അതിലെന്താണ് തീർച്ചയായിട്ടും പറയുന്നത്? ആ വരികളുടെ അർത്ഥം എന്ന് പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രപഞ്ചത്തിന്റെ ഈ ഒരു ഇതിന്റെയൊക്കെ ചക്രവർത്തിയാണ്. ഞങ്ങളൊക്കെ സാധാരണ ഏറ്റവും പാമരനായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങ് എത്രയോ ഉയരത്തിലാണ് എന്നുള്ളതാണ് അവിടെ നബിതങ്ങളെ കുറിച്ച് പറയുന്നത്. പക്ഷെ എത്ര വലിയവരാണെങ്കിലും, മുത്തുനബി വലിയ ഒരു സ്ഥാനത്താണെങ്കിലും അതിലേറെ കാരുണ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ഒരു മദ്ഹിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അതായത് പാപങ്ങൾ നിറഞ്ഞ എന്റെ അധരങ്ങള് അങ്ങയെ വാഴ്ത്തി പാടാൻ അശക്തനാണ് എന്ന്. കാരണം തീർച്ചയായിട്ടും ശരിയാണ്, നമ്മളൊക്കെ ഒരുപാടധികം പാപങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്, തെറ്റുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ആഖിർ സമാന്റെ ഒരു കാലഘട്ടത്തില് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് അത് പാടാനുള്ള ഒരു തൗഫീക്ക്, പറയാനും എഴുതാനും കേൾക്കാനുമുള്ള തൗഫീക്കൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പടച്ചവന്റെ കാരുണ്യാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔദാര്യമാണ് അതൊക്കെ. തീർച്ചയായിട്ടും എത്ര പാപങ്ങൾ നമ്മൾ ചെയ്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാരുണ്യമാണ് എന്ന് പറഞ്ഞാൽ ആ കാരുണ്യം എത്രത്തോളം എന്ന് നമുക്കൊന്നും ഒരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയൂല. നമ്മൾ കരുതും, ഞാൻ ഇത്ര വലിയ പാപങ്ങൾ ചെയ്തു, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, തെറ്റുകൾ, ഞാൻ തീർച്ചയായിട്ടും മരണപ്പെട്ട് കഴിഞ്ഞാൽ നരകത്തിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസുകളും എനിക്കുണ്ട് എന്നൊക്കെ നമ്മൾക്ക് കരുതി പോകും. പക്ഷെ എത്ര വലിയ തെറ്റ് ചെയ്താലും നബിതങ്ങൾ കൈവിടൂല എന്നുള്ളത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. നബിതങ്ങളുടെ കാരുണ്യം അത്രയ്ക്കും വലുതാണ്. ഇനി നമ്മൾ തെറ്റ് ചെയ്തെന്നിരിക്കട്ടെ, നബിതങ്ങൾ നമ്മളെ മാറ്റി നിർത്തുമൊന്നുമില്ല. കാരുണ്യം അതാണ് പറഞ്ഞത്, അവിടുത്തെ കാരുണ്യം എന്ന് പറയുന്നത് വിശാലമാണ്. എല്ലാവരെയും ഒരുപോലെ സ്നേഹത്തോടെ മാത്രം സമീപിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും തൂക്കു ജാമൻ കുജ എന്ന ആ ഒരു നഅത്ത് ഷരീഫിന്റെ അടുത്തൊരു ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്ന് നോക്കാം. इल्हाम है जामा तेरा, इल्हाम है जामा तेरा, कुरान इमामा है तेरा, कुरान इमामा है
तेरा मिंबर तेरा अर्शे बरी मिंबर तेरा अर्शे बरी या रहमतल आलमीन तू कुजा मन कुजा तू कुजा मन कुजा तू कुजा मन कुजा तू कुजा मन कुजा എത്ര മനോഹരമാണ് ഓരോ വരികളും അതിലെ അർത്ഥങ്ങളും. പ്രവാചകർ പൂങ്കവർ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ വാഴ്ത്തി പാടുന്നതിന് തീർച്ചയായിട്ടും അതിനൊന്നും അതിരില്ല. കടലിലെ ആ ഒരു സാഗരത്തിലെ ജലം മുഴുവനും മഷിയാക്കിയാൽ പോലും തീർച്ചയായിട്ടും നബി തങ്ങളുടെ മദ്ഹ് പ്രകീർത്തനങ്ങൾ പറയുന്നതിൽ ഒരു അറ്റവും അവസാനവുമില്ല. ആ മഷി ആ ജലം അത്രയും തീർന്നു പോകുമെന്നേ ഉള്ളൂ. ഒരിക്കലും അവിടുത്തെ മദ്ഹ് തീർന്നു പോകുന്നില്ല. എന്നിരിക്കെ ആരിഫ് ഹുസൈന് നബി തങ്ങളെ കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞാൽ അവൻ കരുതുന്നുണ്ടാക്കും ഇതൊക്കെ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്തിട്ട് തീർച്ചയായിട്ടും പിന്നെ വിശ്വാസികളെ കളങ്കപ്പെടുത്തിയിട്ട് എന്താണ് നബി തങ്ങൾക്ക് എതിരെയാക്കാമെന്ന്. ഒരിക്കലും കഴിയുകയില്ല. അവസാനം വരെ ഈ ലോകം അവസാനിക്കുന്നത് വരെ അതിനപ്പുറത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മദ്ഹ് പ്രകീർത്തനങ്ങൾ അവിടുത്തെ വാഴ്ത്തുപാട്ടുകളൊക്കെ പടച്ചവൻ തന്നെ അത് സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ കേരളത്തിലാവട്ടെ കേരളത്തിന് പുറത്ത് ലോകത്ത് മൊത്തം നബിതങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പ്രകീർത്തനങ്ങള് അത് സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ ഓഫ്ലൈനായിട്ട് സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ മനസ്സ് വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രകീർത്തനങ്ങൾ കേൾക്കുന്ന സമയത്ത് വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടന്നു നോക്കാം. समुंदर में भटकी हुई प्यास हूँ तो समुंदर में भटकी हुई प्यास हूँ मेरा घर खाक पर और तेरी गुजर मेरा घर खाक पर और तेरी गुजर सिदरतुल मुंतहा तो कुजा ഞാൻ വെറും തോന്നലാണ്. അതായത് ആ കവി എഴുതിയ ആള് പറയാണ് ഞങ്ങൾ തോന്നൽ മാത്രമാണ്, വളരെ ചെറുതാണ് ഞങ്ങളൊക്കെ. അങ്ങയൊക്കെ സിദ്രത്തുൽ മുൻതഹയും താണ്ടിപ്പോയ, അതായത് എത്രയോ അങ്ങയുടെ പദവി എന്ന് പറയുന്നത് വളരെ വളരെ മേലെയാണ്, എത്രയോ ഉന്നതിയിലാണ്. ഇങ്ങനെയുള്ള മുത്തുനബിയെ കുറിച്ച് എത്രമാത്രം അപകീർത്തിപ്പെടുത്തിയിട്ടാണ് സോഷ്യൽ മീഡിയയിലെ ആളുകൾ. എക്സ് മുസ്ലിം ആണ്, മറ്റ് വിശ്വാസികളല്ല, ഇസ്ലാമിൽ നിന്നും പുറത്തു പോയിട്ടുള്ള ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും കള്ളപ്രചാരണങ്ങൾ നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സ്നേഹനിധിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപകീർത്തിപ്പെടുത്തി പറയുന്നു. എന്ത് ആവശ്യത്തിനായിരിക്കും? തീർച്ചയായിട്ടും വർഗീയത പറഞ്ഞിട്ട് ആരിഫ് ഹുസൈനെ പണം നേടാനുള്ള ഒരു മാർഗം തന്നെയാണ് അത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരിഫ് ഹുസൈനെ ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, വേദനിപ്പിച്ചിട്ട് പോലുമില്ല. ഒരു നോക്കുകൊണ്ടും വാക്കുകൊണ്ടും തീർച്ചയായിട്ടും വേദനിപ്പിച്ചിട്ടില്ല. പക്ഷെ ആരിഫ് ഹുസൈന് വ്യക്തമായിട്ട് അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമാണ് എന്നുള്ളത്. പക്ഷെ നബിയെ കുറിച്ച് കുറ്റം പറഞ്ഞാലേ യൂട്യൂബിൽ ചാനല് റീച്ച് ആകൂ എന്നുള്ളത് കൊണ്ട്, അതിലൂടെ പണം കിട്ടൂ എന്നൊക്കെ വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവൻ കള്ളപ്രചാരണങ്ങൾ നടത്തുന്നതും കോയ കോളിംഗ് ഒക്കെ ചെയ്ത് വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നബി തങ്ങളുടെ മദ്ഹ് അത് എന്നും എന്നും ഉയരത്തിൽ തന്നെയായിരിക്കും. रुतबा तेरा आवाज़े खुतबा तेरा आवाज़े खुतबा तेरा आफाक तेरे सामने या रहमतल आलमीन तू कुजा मन कुजा कुजा मन कुजा कुजा मन कुजा
ഓരോ മദ്ഹ് കേൾക്കുമ്പോഴും അടുത്ത മദ്ഹ് കേൾക്കണം എന്ന് ആഗ്രഹമായിരിക്കും തീർച്ചയായിട്ടും ഓരോ ഹൃദയങ്ങൾക്കും ഉണ്ടാവുക. എത്ര മനോഹരമാണില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്. നമുക്ക് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അത് പറയുകയാണ്. നമുക്ക് പറഞ്ഞാൽ പോലും കൊതി തീരുകയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അവസാനത്തെ ഒരു ഭാഗത്തിലേക്കൂടെ കടന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. तस्वुर मुझे थामने आए, तेरा तस्वुर मुझे थामने आए। मुखचंद बदर शाशानी मत चमके जाट नुरानी कंजुल्फत अब मस्तानी मफूर अखिन मदबर दो अबरू को सुमिसान जिसन यति मोके मिजाते तीर छुटन दबसुर दबसुर के लाले यम चिटदन मोती दिया हंगलण चिटदन मोती दिया हंगलण चिटदन मोती दिया हंगलण ऐ सूरत में जाना था जाना निक जान जहाना था सच आफत रब्बी निशाना था इस शान शाना सब बढ़िया सुभान अल्लाह मा अजमल का मा अहसन का मा अकमल का कितने अली कितने सना गुस्ताख अखी किते जा. ഈ മദ്ഹിലെ ഈ നാഴത്ത് ഷരീഫിലെ ഒരു പ്രധാന വരി എന്ന് പറയുന്നത് അങ്ങ് വറ്റാത്ത ഒരു പിന്നെ അലക്കടലാണ്, ഞങ്ങളോ ഞാനോ നീറുന്ന ദാഹമാണ്. എന്താണല്ലോ ആ വരികളൊക്കെ? അതായത് ഞങ്ങളൊക്കെ പ്രയാസത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അങ്ങയുടെ അടുത്ത് ചെന്നാൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. കാരണം അങ്ങ് അലക്കടലാണ്, പരന്നു കിടക്കുന്ന കാരുണ്യമാണ് എന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു വീഡിയോ നല്ലൊരു മദ്ഹ് ഗാനമായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.